നിങ്ങൾ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണോ അതോ ബി പിക്ക് മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു പേടിയുണ്ടാവും. ബി പിയുടെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് നിങ്ങൾക്കൊരു പേടിയുണ്ടാവും. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബി പിയുടെ മരുന്ന് കഴിച്ചാൽ കിഡ്നി കേടുവരും എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ബി പിയുടെ മരുന്ന് കാരണം കിഡ്നി കേടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലോ ബി പിയുടെ മരുന്നുകൾക്ക് വേറെ കുറേ സൈഡ് എഫക്റ്റുകളുണ്ട്. പലർക്കും ബി പിയുടെ മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ സാധാരണ നമ്മൾ ബി പിക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ളത് ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ സാധാരണ ബി പിക്കായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വളരെ കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ബി പിക്ക് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ സൈഡ് എഫക്റ്റിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടറോട് പറയാനും ആ ബി പിയുടെ മരുന്ന് മാറ്റാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബി പിയുടെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറഞ്ഞിരുന്നതാണ്. നമ്മൾ അറിയേണ്ട ഒരു പ്രധാന വസ്തുത, ബി പിയുടെ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് പേടിച്ചിട്ട് ബി പിക്ക് നമ്മൾ ചികിത്സ എടുക്കാതിരിക്കരുത്. കാരണം ബി പി കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് പതിയെ വേറെ അസുഖങ്ങളായിട്ട് മാറും. ഹൃദയത്തിൽ ബ്ലോക്ക് വരും, കിഡ്നി കേടുവരും, ഒരു ഭാഗം തളർന്നു പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ബി പി ചികിത്സിക്കാതിരുന്നാൽ സംഭവിക്കുന്നതാണ്. ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ബി പിയുടെ മരുന്നുകളുടെ മേജറായിട്ടുള്ള കോംപ്ലിക്കേഷൻസൊക്കെ വളരെ അപൂർവമാണ്. എന്നാൽ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഇനി ബി പിക്ക് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില മരുന്നുകളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബി പിയുടെ മരുന്നുകളെ ഡോക്ടർമാർ പല ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കും. എന്ന് വെച്ചാൽ ഒരു 4-5 ഗ്രൂപ്പ് മരുന്നുകളുണ്ടാവും. ഒരു ഗ്രൂപ്പിൽ തന്നെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നത് 4-5 കുടുംബങ്ങളെ പോലെയാണ്. ഓരോ കുടുംബത്തിലും 4-5 അംഗങ്ങളുണ്ടാവും. ഈ ഓരോ അംഗങ്ങളും ഓരോ മരുന്നുകളായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിന് മൊത്തത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സൈഡ് എഫക്റ്റാണ് ഉണ്ടാവുക. ആ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ ആ അംഗങ്ങൾക്കൊക്കെ സാധാരണഗതിയിൽ ഒരേ സൈഡ് എഫക്റ്റ് ആയിരിക്കും. പക്ഷേ ഓരോ കുടുംബത്തിൻ്റെയും സൈഡ് എഫക്റ്റ് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ബി പിയുടെ മരുന്നുകളുടെ ഫാമിലിക്ക് അനുസരിച്ചാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് വരിക. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റാ ബ്ലോക്കർ എന്ന് പറയുന്ന ഫാമിലിയെക്കുറിച്ചാണ്. ഈ ഫാമിലിയിലുള്ള മരുന്നുകൾ ബി പി കുറക്കുന്ന പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചാൽ ശരീരത്തിൽ തന്നെ ചില ന്യൂറോ ഹോർമോണുകളുണ്ട്. മിടിപ്പ് കൂട്ടുന്ന അതല്ലെങ്കിൽ ബി പി കൂട്ടുന്ന ന്യൂറോ ഹോർമോൺസ് ഉണ്ട്. ഈ ന്യൂറോ ഹോർമോൺസിനെ ബ്ലോക്ക് ചെയ്യുന്ന മരുന്നുകളാണ് ബീറ്റാ ബ്ലോക്കേഴ്സ്. ഇതിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ പേര് മെറ്റോപ്രലോൾ, അറ്റനലോൾ, നെബിവലോൾ, കാർവിഡിലോൾ തുടങ്ങിയ മരുന്നുകളൊക്കെ. ഈ മരുന്നുകളുടെയൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് മിടിപ്പ് കുറയുക, അത് കാരണം ക്ഷീണം വരിക, അതുപോലെ തലകറക്കം വരിക, ഉറക്കത്തിലുള്ള പ്രശ്നങ്ങൾ, ആസ്മയൊക്കെയുള്ള രോഗികളാണെങ്കിൽ ശ്വാസമുട്ട് കൂടുക. ഈ ബീറ്റാ ബ്ലോക്കർ ഫാമിലിയിലെ മരുന്നുകൾ കൂടുതലും ഉപയോഗപ്പെടുന്നത് ടെൻഷൻ കാരണം ബി പി കൂടുന്നവർക്ക്, ഹൃദയമിടിപ്പ് കൂടുന്നവർക്ക്, അതുപോലെ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് എല്ലാം ബീറ്റാ ബ്ലോക്കർ ഫാമിലിയിലുള്ള മരുന്നുകളാണ് ഡോക്ടേഴ്സ് എഴുതാറുള്ളത്. ബി പിക്ക് ഉപയോഗിക്കുന്ന വളരെ സാധാരണയായിട്ടുള്ള രണ്ടാമത്തെ ഒരു ഫാമിലി മരുന്നുകളുണ്ട്. ഇതിനെ നമ്മൾ ഡയൂററ്റിക്സ് എന്ന് പറയും. ഈ മരുന്നുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവ ബി പി കുറക്കുന്നത് മൂത്രത്തിലൂടെയാണ്. ശരീരത്തിൽ അളവിലധികമുള്ള വെള്ളം, ഉപ്പ് എല്ലാം മൂത്രത്തിലൂടെ കളഞ്ഞിട്ട് ശരീരത്തിൻ്റെ ബി പി നോർമലായി നിർത്താൻ സഹായിക്കും. ഇതിൽ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഹൈഡ്രോക്ലോർതയാസൈഡ്, ക്ലോർതാലിഡോൺ തുടങ്ങിയ മരുന്നുകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില മരുന്നുകളുടെ അവസാനത്തിൽ എച്ച് എന്നൊക്കെ എഴുതിയിട്ട് കാണും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ലൊസാർ എച്ച്, ടെൽമ എച്ച് എന്നൊക്കെ പറയുന്നതിൽ ഈ എച്ച് എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഡയൂററ്റിക് മരുന്നുകളായിരിക്കും. ഈ മരുന്നുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ബി പിയുടെ തന്നെ വേറെ മരുന്നുകളുടെ കൂടെ കോമ്പിനേഷൻ മരുന്നുകളായിട്ടായിരിക്കും. ഈ മരുന്നുകളുടെ എഫക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് മൂത്രം പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും രാത്രിയൊക്കെ ഈ മരുന്ന് കഴിച്ചാൽ രാത്രി സമയത്ത് ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുന്ന ഒരു പ്രോബ്ലം, ഒരു ശല്യം വരാൻ സാധ്യതയുണ്ട്. ഈ മരുന്ന് കഴിക്കുമ്പോൾ വേറൊരു വിഷയം എന്ന് വെച്ചാൽ മൂത്രത്തിലൂടെ തന്നെ സോഡിയം നഷ്ടപ്പെടുന്നത് കൊണ്ട് ശരീരത്തിൽ സോഡിയം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പ്രായം ചെന്ന ആളുകളൊക്കെ സോഡിയം കുറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ബി പിക്ക് ഡയൂററ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഈ മരുന്ന് ഉപയോഗിക്കുന്നവരിൽ പലർക്കും കാല് കോച്ചി പിടിക്കുന്നത് കാണാറുണ്ട്. രാത്രി സമയത്ത് പ്രത്യേകിച്ച് മസിൽ കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് യൂറിക് ആസിഡ് കൂടാൻ സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് ഈ മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് ഷുഗറിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് പൊട്ടാഷ്യത്തിൻ്റെ അളവിലും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ ഫാമിലി മരുന്നുകൾ നമ്മൾ വളരെ സാധാരണയായിട്ട് ഒരുവിധം എല്ലാ ഡോക്ടേഴ്സും ഉപയോഗിക്കുന്ന മരുന്നാണ്. പലപ്പോഴും ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഈ മൂന്നാമത്തെ ഫാമിലിയിൽ പെട്ടതായിരിക്കാനാണ് കൂടുതലും സാധ്യത. ഈ മരുന്നുകളെ നമ്മൾ ഏസ് ഇൻഹിബിറ്റേഴ്സ് അതല്ലെങ്കിൽ ARB എന്ന് തുടങ്ങിയ ഒരു ഫാമിലി മരുന്നുകളായിട്ടാണ് പറയുക. ഈ മരുന്നുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ശരീരത്തിലെ ചില പ്രത്യേക എൻസൈമുകളുണ്ട്. ഇതിനെ തടഞ്ഞിട്ട് ശരീരത്തിലെ രക്തക്കൊയിലുകളിലെ പ്രഷർ കുറക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ മരുന്നുകൾ ചെയ്യുക. ഇതിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ ടെൽമിസാർട്ടൻ, ലോസാർട്ടൻ, രാമിപ്രിൽ, എനലാപ്രിൽ തുടങ്ങിയ മരുന്നുകൾ. ഈ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൈഡ് എഫക്റ്റ് ഒരു വരണ്ട ചുമയാണ്. കുത്തി തൊണ്ടയെന്നുള്ളൊരു ചുമ. ഇത് വളരെ സാധാരണയായിട്ട് നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾക്ക് ഈ മരുന്ന് കഴിക്കുമ്പോൾ നല്ല ക്ഷീണം വരും. ചില ആളുകൾക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അലർജി വരുന്നത് കാണാറുണ്ട്. മുഖത്ത് ചുണ്ടൊക്കെ തടിച്ച് വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അലർജി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ മരുന്ന് കഴിക്കുന്നവർക്ക് ചിലർക്ക് കിടന്നിടത്തുനിന്നൊക്കെ എണീക്കുമ്പോൾ പെട്ടെന്ന് തലകറങ്ങാനുള്ള ഒരു പ്രവണത പ്രത്യേകിച്ച് പ്രായമുള്ളവർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ശരീരത്തിലെ പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂട്ടാനുള്ളൊരു പ്രവണത ഈ മരുന്നുകൾക്കുണ്ട്. യൂറിക് ആസിഡിൻ്റെ അളവ് കൂട്ടാനുള്ള സാധ്യതയും ഈ മരുന്നുകൾക്കുണ്ട്. കിഡ്നിയുടെ അസുഖമൊക്കെ ഉള്ളവർ ഈ മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒരു കിഡ്നി ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസീഷ്യൻ്റെ അഭിപ്രായം എടുത്തതിന് ശേഷം മാത്രമേ ഈ മരുന്ന് തുടരാൻ പാടുള്ളൂ. ബി പിക്ക് കഴിക്കുന്ന മരുന്നുകളുടെ അടുത്തൊരു ഫാമിലി എന്ന് പറയുന്നത്
കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സാണ്. ഈ മരുന്നുകൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ രക്തക്കൊയിലുകളിലെ സ്മൂത്ത് മസിൽസിനെ റിലാക്സ് ചെയ്യിച്ചിട്ട് ബി പി കുറയ്ക്കുകയാണ് ചെയ്യുക. ഇതിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന മരുന്നുകൾ അമ്ലോഡിപ്പിൻ, നിഫിഡിപ്പിൻ, സിൽനിഡിപ്പിൻ തുടങ്ങിയ മരുന്നുകളാണ്. ഈ മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കാലിൽ നീര് വരിക എന്നുള്ളതാണ്. ചില ആളുകൾക്ക് ശോധന പ്രശ്നം ഉണ്ടാവാറുണ്ട്. ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ വളരെ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബി പിയുടെ മരുന്നുകളാണ്. ഒരുവിധം ആളുകൾക്കൊക്കെ ഈ പറഞ്ഞ മരുന്നുകളിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ ബി പി കൺട്രോൾ കിട്ടാറുണ്ട് ഭൂരിപക്ഷം ആളുകൾക്കും. പക്ഷേ അപൂർവം ചില കേസുകളിൽ ഈ പറഞ്ഞ മരുന്നുകളോ ഈ പറഞ്ഞ ഫാമിലിയിൽ പെട്ട മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ബി പി കൺട്രോൾ കിട്ടാതെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചില സ്പെഷ്യൽ ഒക്കേഷൻസിൽ മാത്രം ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് ബി പി കൂടിയാൽ ഈ പറഞ്ഞ മരുന്നുകളിൽ പലതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാറില്ല. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകളുണ്ട്. അതിന് നമ്മൾ മീഥൈൽ ഡോപ്പ എന്ന് പറയുന്ന മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ വേറൊരു മരുന്നാണ് കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് ഉപയോഗിക്കുന്ന ചില ഐസോലജിൻ എന്ന് പറയുന്ന മരുന്നുകൾ. അതുപോലെ ബി പി തീരെ കൺട്രോൾ കിട്ടാത്ത കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് പലർക്കും നമ്മൾ മിനിപ്രസ് എന്നൊക്കെ പറയുന്ന വേറെ ചില മരുന്നുകൾ ഉപയോഗിക്കാം. നിങ്ങൾ ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇനി പറയാൻ പോകുന്നത് സാധാരണ കണ്ടുവരുന്ന സൈഡ് എഫക്റ്റുകളാണ്. കുറച്ച് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നുകൂടെ ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ സൈഡ് എഫക്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ സൈഡ് എഫക്റ്റ് ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ബി പിക്ക് കഴിക്കുന്ന മരുന്നിൻ്റെതായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ സ്ഥിരം കാണുന്ന ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. 1. വിട്ടുമാറാത്ത ക്ഷീണം. 2. കാലിൽ നീര് വരിക. 3. കുത്തിയുള്ളൊരു വരണ്ട ചുമ. 4. കിടന്നിടത്തുനിന്ന് എണീക്കുമ്പോൾ തല കറങ്ങി വീഴാൻ തോന്നുക അല്ലെങ്കിൽ കണ്ണിൽ ഇരുട്ട് കയറുക. 5. ശോധന പ്രശ്നങ്ങൾ. 6. ഇടയ്ക്കിടയ്ക്ക് സോഡിയം കുറയുന്നൊരവസ്ഥ. 7. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക എന്നുള്ളൊരവസ്ഥ. 8. പുരുഷന്മാരിലെ ഉദ്ധാരണ പ്രശ്നങ്ങൾ. ഇത് ചില മരുന്നുകളുടെ, പ്രത്യേകിച്ച് ബീറ്റാ ബ്ലോക്കർ എന്നൊക്കെ പറയുന്ന മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അറ്റനലോൾ എന്നൊക്കെ പറയുന്ന മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ട് ഉദ്ധാരണ പ്രശ്നം നമ്മൾ കാണാറുണ്ട്. ബി പിയുടെ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ചില പ്രത്യേക ബി പിയുടെ മരുന്ന് കഴിക്കുന്നവർ പീരിയോഡിക്കലായിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായി. ബ്ലഡിൽ യൂറിക് ആസിഡ്, സോഡിയം, പൊട്ടാഷ്യം, ക്രിയാറ്റിനിൻ, ഷുഗർ ഇതൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. പല മരുന്നുകൾക്കും ഈ ബ്ലഡിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ബി പിയുടെ മരുന്നുകൾ കഴിക്കുന്നവരോട് ചില പ്രത്യേക കാര്യങ്ങൾ എനിക്ക് പറയേണ്ടത്. 1. നിങ്ങൾ ബി പിയുടെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം. ഡോക്ടർ പറഞ്ഞ സമയത്തിന് തന്നെ കഴിക്കണം. കഴിയുന്നത് ഒരു ഡോസ് പോലും മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഏതൊരു വ്യക്തിക്കാണെങ്കിലും ബി പി ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പല രീതിയിലുള്ള ബി പി ആവാനാണ് സാധ്യത. അത് ചെറിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്. അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കാണാൻ ബി പിയുടെ മരുന്ന് ചിലപ്പോൾ മാറ്റേണ്ടി വരും. മൂന്നാമത്തെ കാര്യം, ബി പിയുടെ മരുന്ന് കഴിച്ച് കുറച്ച് കാലം കഴിയുമ്പോൾ ബി പി നോർമൽ ലെവലിൽ എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാകുമ്പോൾ ചിലരെന്താ ചെയ്യുന്നത് വെച്ചാൽ ബി പി നോർമൽ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ബി പിയുടെ മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും. അത് ഭയങ്കര വിഡിത്താണ്. കാരണം മരുന്ന് നിർത്തി കഴിഞ്ഞാലും വീണ്ടും ബി പി പഴയ പോലെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, ബി പി നമ്മളിപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ബി പി നോക്കുന്നവർ പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ ബി പി വല്ലാതെ കുറേ ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് ബി പിയുടെ മരുന്നിൻ്റെ ഡോസ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യും. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് കഴിക്കും, ചിലപ്പോൾ കുറയ്ക്കുകയൊക്കെ ചെയ്യും. അത് അപകടമാണ്. പലപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ബി പിയുടെ മരുന്ന് നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യുന്ന അപകടം ഉണ്ടാകും. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ബി പിയുടെ മരുന്ന് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്കുള്ള മറ്റ് അസുഖങ്ങളെക്കുറിച്ച് ഡോക്ടറോട് പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഹാർട്ടിൻ്റെ അസുഖമുണ്ടോ, കിഡ്നിയുടെ അസുഖമുണ്ടോ, അതല്ലെങ്കിൽ ശ്വാസമുട്ടലിൻ്റെ അസുഖമുണ്ടോ, നമുക്ക് ശോധനയുടെ പ്രശ്നമുണ്ടോ, കാലിൽ നീര് വരാറുണ്ടോ, സോഡിയം മുമ്പ് കുറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി ഡോക്ടറോട് പറഞ്ഞാൽ ഡോക്ടർ അതിനനുസരിച്ചുള്ള ബി പിയുടെ മരുന്നാണ് നമുക്ക് തരാം. വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ബി പിയുടെ ഈ മരുന്നുകൾ പലപ്പോഴും കോമ്പിനേഷൻ രൂപത്തിൽ കഴിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ 1, 2, 3 മരുന്നുകൾ മിക്സ് ചെയ്തിട്ടൊക്കെ പലപ്പോഴും നമുക്ക് കഴിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതെല്ലാം ഡോക്ടറുടെ നിർദ്ദേശത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാം. വേറെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ബി പി നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വരാവുന്ന ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വളരെ ഗൗരവമുള്ള കോംപ്ലിക്കേഷൻസ് ആണ് പലപ്പോഴും കാണുക. അതിലൊന്ന് ശ്വാസകോശത്തിൽ പെട്ടെന്ന് നീര് കെട്ടുന്ന ഒരവസ്ഥ, പൾമണറി ഇഡിമ എന്ന് പറയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ പെട്ടെന്ന് മരുന്ന് നിർത്തിയാൽ സംഭവിക്കുന്ന വേറൊരു പ്രോബ്ലം സ്ട്രോക്കാണ്. ഒരു ഭാഗം പെട്ടെന്ന് കുഴഞ്ഞു പോകും, പക്ഷാഘാതം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ഹൈ ബി പി ഒക്കെ ഉള്ള, പ്രത്യേകിച്ച് കിഡ്നിയുടെ അസുഖമൊക്കെ ഉള്ള ആളുകൾ ഒരു കാരണവശാലും മരുന്ന് പെട്ടെന്ന് നിർത്താൻ പാടില്ല. പിന്നെ മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ കഴിയുന്നത്ര ഭക്ഷണത്തിൽ ഉപ്പ് കുറയ്ക്കുക, ആൽക്കഹോൾ കഴിയുന്നത്ര കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. കാരണം ഈ ഉപ്പോ ആൽക്കഹോളോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഫലം കുറയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം ബി പി മരുന്നുകൾ ഏതാണെന്നും അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ബി പി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് തുടങ്ങുന്നതിന് മുമ്പ് മരുന്ന് വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം പലപ്പോഴും നിങ്ങൾക്ക് തന്നെ എടുക്കാൻ പറ്റും. ആ ഒരു തീരുമാനം എടുക്കുന്നതിനായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ കാണുക.